ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാഫ്റ്റ്മെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ടി പോപ്പർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതേപോലെ ഒരു PVC പൈപ്പിൻ്റെ പീസാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത്. എന്നിട്ട് നമ്മൾ ഇതേപോലുള്ളൊരു ചട്ടകാശം എടുക്കുക. അത് ഇതിൻ്റെ ഈ അളവിൽ കട്ട് ചെയ്യാനുള്ളതാണ്. അത് അതിൻ്റെ അളവെടുക്കാൻ വേണ്ടി നേരെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതാണ് മാർക്ക് ചെയ്യുക. ഇതിങ്ങനെ ഒരു പെന്നോടാണ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതാണ് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലുള്ള 2 പീസ് നമുക്ക് വേണ്ടിയത്. ഇവിടെ കൂടെ ഒന്നുകൊണ്ട് മാർക്ക് ചെയ്തുകൊണ്ട് അത് 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാറുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ കഴിഞ്ഞു. അപ്പോൾ ഈ പൈപ്പിനെക്കാട്ടിയും കൂടുതൽ അളവിൽ നമുക്കൊരു 3 പീസ് കയറ് വേണം. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ റബ്ബർ ഓരോ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 നമ്മൾ ഇട്ട് കഴിഞ്ഞു. അതേമാതിരി 3ാമത്തും ഇടുക. അപ്പോൾ നമ്മളത് 3 ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞു. ഇനി ഒരു ചെറിയൊരു കയറെടുത്തതിന് ശേഷം ഈ 3 റബ്ബറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കെട്ടി കൊടുക്കുക. വലിയ ടൈറ്റ് ആവണമെന്നില്ല. ഈ ത്രികോണ ആകൃതിയിൽ നിൽക്കുന്ന കോലത്തിനൊന്ന് കെട്ടി കൊടുക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഈ റബ്ബർ കെട്ടുമ്പോൾ ഇത് സൂക്ഷിക്കാറുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ മറിച്ച് വെച്ചിട്ട് വേണം റബ്ബർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം തന്നെ അതിനനുസരിച്ച് നമ്മൾ റബ്ബർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് വെക്കുമ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യണം, ഉള്ളിലേക്കാണ് പോകണം. അതായത് ഇങ്ങനെയാണ് ഉള്ളിലേക്ക് പോകാനുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റബ്ബർ എന്ത് ചെയ്യണം, ഇട്ട് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസ് കയറെടുത്തതിന് ശേഷം ഓരോ കയറെടുക്കുക. എന്നതിന് ശേഷം അത് ഓരോ റബ്ബറിലും കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഈ 3 കയറും ഈ റബ്ബറിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ റബ്ബർ നേരെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാറ്റി നേരെ മറിച്ചിടുക. ആദ്യം ഈ കയർ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഫുള്ള് ഉള്ളിലേക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നേരെ അങ്ങോട്ട് തിരിച്ച് വെച്ചെടുക്കുക. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ആ കയറൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോയി. അപ്പോൾ അത് അതേമാതിരി ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ മേലെ ഈ ചട്ടകാശം അങ്ങനെ മേലെ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കയറ് കെട്ടിയത് അതേമാതിരി അടിയിലുണ്ടാവും.
അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഉണ്ടാൽ. അപ്പോൾ ഈ 3 കയറും കൂടെ നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഈ ചട്ടക്കഷ്ണം ഇങ്ങനെ ഉള്ളിലേക്ക് വലിയും. അപ്പോൾ ചില ഭാഗം ചെരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അതിൽ ഏതെങ്കിലും കയറ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ കയറ് ഫുള്ളായിട്ട് വലിച്ചിട്ട് ആ ചട്ടക്കഷ്ണം ലെവലാക്കിയതിന് ശേഷം ആ 3 കയറും കൂടി ജസ്റ്റ് ഒന്ന് കൂട്ടി കെട്ടി കൊടുക്കുക. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിക്കണു. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള ആ വർണ്ണ പേപ്പറുകളൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാനുണ്ട്. ഇനി അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ വർണ്ണക്കടലാസ് ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കാണാൻ അതിലേക്ക് ഇടാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൊത്തത്തിൽ ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ കളർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അതിലേക്ക് ഇടുന്നതിന് മുന്നായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ ഈ പൈപ്പ് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കാണാൻ ഒരു ചുറുക്കിനും വേണ്ടിയാണ്. അപ്പോൾ സാധാ ഈ ഇൻസുലേഷൻ, ഒരു ബ്ലാക്ക് ഇൻസുലേഷൻ വെച്ചുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഡെക്കറേഷനൊക്കെ ഫുള്ളായി. അപ്പോൾ നമ്മളെ പാർട്ടി പേപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനുള്ളിലേക്ക് ആ കളർ പേപ്പറൊക്കെ നിറക്കാൻ വേണ്ടി പോവാണ്. ഫുള്ള് നിറച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്കൊന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് വലിച്ചാണ് പിടിച്ചുകൊണ്ട് ഒറ്റ വിടലാണ് വിട്ടാൽ അതിനുള്ളിൽ ആ കളർ പേപ്പറൊക്കെ തെറിച്ചാണ് പോകും. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് പിന്നെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യട്ടാ. മറ്റേ പറഞ്ഞാൽ ഒന്നും പൊട്ടിച്ചേ കഴിഞ്ഞില്ലേ. ഇത് അങ്ങനെയല്ല, ഇതങ്ങനെ നിറച്ച് കൊടുക്കണം, അത്രേ ഉള്ളൂ. എത്ര വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.